കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. കുട്ടനാടുകാരൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചെറിയ ഊത്തവീശും പരിപാടി വെള്ളമൊക്കെ കലങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ആറൊക്കെ അത്യാവശ്യം കലങ്ങി നല്ല സെറ്റായിട്ടിരിക്കുക. അന്നേരം ഇവിടെ വേണ്ട വലവീശൊക്കെ നടക്കുന്നുണ്ട്. നമുക്കിവിടെ കൂടുതലും കിട്ടുന്നത് ഉളിയൊക്കെയാണ്. കണ്ടോ, നമുക്കിന്ന് ഇപ്പോൾ ഇവിടെ വീശി കിട്ടിയ കുറച്ച് മീനാണ്. അവരെല്ലാം പള്ളി പോയില്ല, അതല്ലേ മറിയുമ്പോൾ കാണിച്ചോ എടുക്കുമ്പോൾ. കേൾക്കുന്ന കുറച്ച് മീന് അത്യാവശ്യം മീൻ കിട്ടാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഈ ഫുൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. നല്ല അടിപൊളി വീഡിയോ ആണ് വരുന്നത്. നമ്മുടെ കൂട്ടുകാരെ നിൽക്കുന്ന എല്ലാവരും വല വീശിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം 7 മുഴം 8 മുഴം 10 മുഴം വലകളൊക്കെ ഇല്ല. അന്നേരം നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. ഇവനില്ല അടുത്ത് എന്നെ വിളിക്കരുതോ? ലാഭം ഇച്ചിരി വിറക് കട്ടി പോയത് അതുകൊണ്ടാ. പിന്നെ ഞങ്ങളൊക്കെ സന്ധ്യ എപ്പോഴും പോയി. ആരോടാ പറയുന്നത്? ആരോട് 2 മണിക്ക് പോയത് ഇവിടുന്ന് 2 മണിക്ക് പോയിട്ട് ഇപ്പൊ ഡയലോഗ് പറയാ വേണം. 2 മണിക്ക് പോയിട്ട് വല എടുത്തായിരുന്നോ? ഇല്ലില്ല, 3 വല അവിടെ ഇരിക്കും. അച്ഛനൊരു വാള കൊടുക്കണം. ആർക്ക് കിട്ടിയത് വന്നിട്ടുണ്ടോ? ഇല്ല, അച്ഛന് വാള കൊടുക്കും. അച്ഛൻ വെട്ടി എന്നാ ശരി, ഇന്ന് അച്ഛൻ ഇന്ന് നാളെ 2 വാള കൊടുത്തോ, ഒന്ന് ഫ്രൈ ആക്കി നമുക്ക് തരും. ശരി, സമ്മതിച്ചു. എണ്ണത്തിൽ 11 വാള ഉണ്ടാവും. ഇത്രയുള്ളത് എന്തായാലും ആക്കണം. ഇങ്ങനെയാണ് മിടുക്കൻ അണ്ണാണിയാ. ഞാൻ ഒരു വാള എടുത്ത് കറിയില്ല. അവന് കേട്ടോ കേട്ടോ 3.5 കിലോയ്ക്ക് മേളിലുള്ള 3 വാള. ഇത് 3.5 അല്ല, 4 കിലോ ഉള്ള 2 കിട്ടി. ഞാൻ കണ്ട പിടിക്കാൻ താളി ഇത്രയുണ്ട്. അത് എങ്ങനെ കിട്ടിയെന്നറിയോ? ഉണ്ട് എടുത്തോ. ആർക്കും വേണ്ടാത്ത സാധനമല്ലേ ഞമ്മക്കിപ്പം പൊന്നും വില ഈ സാധനത്തിന് കേട്ടോ. അതും കൂടെ നോക്കി. അതും കൂടെ ഒന്ന് എടുത്തു. അങ്ങോട്ട് നമ്മുടെ നാടിന്റെ വിശേഷങ്ങൾ. നമുക്ക് ഓണം ക്രിസ്മസ് ഒന്നുമല്ല, ഏറ്റവും വലിയ വിശേഷം ഊത്തവീശ. നമ്മളെപ്പോൾ ഉള്ളവർക്ക് അത്രയേ ഉള്ളൂ. അന്നേരം വല വീശാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുവാണ്. സ്ഥലത്തെ പ്രധാന വീശ തന്നെയാണിത്. എന്നോട് ചോദിച്ച് വലയൊന്നും തരാമോന്ന് വീശാൻ. അങ്ങനെ വല കൊടുത്തതാ. നമ്മുടെ സ്വന്തം വലയാണ്, കണ്ടോ, ടങ്കീസ് വലയാണ്. വല അറിയാവുന്ന ആൾക്കാർക്കറിയാം. ടങ്കീസ് വല, ചേറ്റാടി 6-ാം നമ്പർ, 5.5 കിലോ മണി. ഒരു വാള വീശണം കേട്ടോ. വാളയൊക്കെ വീശും ഞങ്ങൾ. അതുകൊണ്ട് ഒരു കമ്പിരിക്കാൻ. വെന്നിച്ചാൻ ഇങ്ങി വാ, വെന്നിച്ചാൻ ഇവിടെ വാ, എന്നാലേ നിങ്ങളുടെ വല വിരികത്തുള്ളൂ. ഇന്നലെ ഓക്കെ റെഡി. വേണ്ട വരുന്ന സാധനം ഇതാണ് ഊത്തവീശ. ബെന്നിച്ചാൻ്റെ വല പോകുന്നതുണ്ടോ? ബെന്നിച്ചാൻ്റെ വല പോകുന്നുണ്ടോ? 3-ാം നമ്പർ ആയതുകൊണ്ടോ ഒഴുക്ക് പിടിക്കുന്ന അത്രേ. സനല്ലേ, നമ്മുടെ വല ഒഴുക്ക് പിടിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഓ, കൈ നോന്ത് അവിടെ വീശുന്നിടത്ത് കിടക്കുമോ സാധനം? ഉണ്ടോ? മുട്ടിയോ? അവിടെ മുട്ടിന്ന് പറയും, ചിലപ്പോൾ വാളയായിരിക്കും. ചില വാള തൂണി മുട്ടുന്നതിൻ്റെ കൂട്ട് തന്നെ വാളയും മുട്ടുന്നു.
വാള ഞങ്ങൾ വലിച്ച് കറക്കി കയറ്റി കാണിക്കും. അതിലൊന്നും ഇല്ല. ആഹാ പോരട്ടെ പോരട്ടെ. വേണ്ട വരും സാധനം. വേണ്ട അടിപൊളി. ചേച്ചിക്കോ എങ്ങോട്ട് പോയി? ഇടിയോ ഉള്ളായിരുന്നോ? അയ്യോ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ 3 പേരില്ലാട്ടോ. ഈ തൂളി തന്നെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തെന്നിച്ച് കഴിഞ്ഞാൽ സാധനം പുറത്ത് പോരും. ഉടക്കോലയായിട്ട് ഉപയോഗിക്കാം. തൂമ്പോലേക്ക് കൊണ്ടുവെക്കാം. ഇതിൽ പരം എന്തുവാ സന്തോഷം കുട്ടനാട് ഇല്ലേ? ഇവിടെ വീശിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത്തിങ്ങയിൽ ഏകദേശം വെള്ളം കയറാൻ ശകലം കൂടെ ഉണ്ട്. കണ്ണി ഇടി വല്ലതും ഉണ്ടോ? എടാ ആ കുറ്റിയിൽ അങ്ങനെ കാല് വെക്കാതെടാ. ആ അത് കഴിഞ്ഞ് 2 വല കഴിഞ്ഞപ്പോഴത്തേക്കിന് അനിയനിന്റെ പ്രശ്നം ചോദിക്കാറുണ്ട്. അങ്ങോട്ട് തന്നെ അനിയനിന്റെ വേണ്ട വരും. 1ഉം 2ഉം തൂളിയൊക്കെ ഉള്ളു കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അതൊക്കെ ഒരു സന്തോഷമാണ് കാണുന്നത്. കണ്ട കാല് വയ്യാത്ത കാലം വെച്ച് ഞാൻ ഇതാണ് ഇവിടുത്തെ പ്രധാന വാളവീശുകാരൻ. നമ്മൾ കൂലിക്ക് വിളിച്ചേക്കും ആളിനെ വീശാനായിട്ട്. ആ അതും പറയാം. ഓക്കേ. ആ എന്തായാലും കൊള്ളാം. അല്ല അതും പറയാം. ഇവന് ഈ കമ്പിയൊക്കെ വളച്ചോണ്ട് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് എന്നോ റേറ്റാ പറയുന്നറിയോ കമ്പി വളച്ചതിന്. ആ സുബിൻ രാവിലെ 5-8 കിലോ തൂളി വീശിയില്ലേ? ഉണ്ടോ? പിടിച്ചോ? ഉറപ്പാണേ. വേണ്ട ആശാൻ പറഞ്ഞിട്ടുണ്ട് തൂളി വീണിട്ടുണ്ട്. നമുക്ക് നോക്കാം. അച്ഛേ അവനെ പൊക്കി വീട്ടിൽ കൊണ്ടോ. ആ ചെമ്പല്ലി വന്ന് അതുകൊണ്ട് വെറൈറ്റി. ആ പൊക്കിക്കോ വേണ്ട വരും. ഇതാണ് സാധനം. സന്നെ കൂലിക്കാരനാക്കി. ഇതാണ് നമുക്ക് ഈ തെളിവുണ്ടായിരുന്നെങ്കിൽ ഈ സാധനം നല്ലപോലെ കിട്ടിയേനെ. എവിടാടാ പിടിച്ചേ? ഇതാണോ പിടിച്ചേ നിന്റെ? ആ എന്നാലും പ്രധാന വിഷയം ഉണ്ടല്ലാതെ മത്തിന്ന് പോലും പറയാൻ പറ്റത്തില്ല. അല്ല അതൊക്കെ ഒരു അത് കുഴപ്പമില്ലടാ. അത് പോയതാ. ഈ പറഞ്ഞ മെയിൻ വലക്കാരന് വേണ്ട സാധനമാണ് കുറുവ. കുറുവ നല്ല സെറ്റ് കുറുവായ. നിന്റെ വല ഇപ്പൊ എവിടാ കിടക്കുന്നത്? ഇനി വന്നില്ലേ? ഇത്രയേ ഉള്ളൂ. എടാ രാവിലെ അത്യാവശ്യം നല്ല തൂളി ഉണ്ടായിരുന്നില്ലേ? വരുന്നു തൂളി വരുന്നു. ഈ വലയ്ക്കൊന്നും ഇല്ല. തൂളിയുണ്ട്. ഐസ് തൂളിയാണ്. നല്ല പരിഞ്ഞില് സാധനമാണ്. വേണ്ടേ നമ്മുടെ അടുത്ത ആറ്റ് സൈഡ് വീശിയ ആൾ മീനുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കൂലിക്ക് വിളിക്കുന്ന ആള്. പരിചില് കൂളിയാ മൊത്തം. ആ ചില്ലാനും ഉണ്ടല്ലോ അവിടെ. അത് നമ്മുടെ പിള്ളേരെല്ലാം വല വീശാൻ പോകുന്നു. ഇത് 2 പേര് വല എടുത്തേക്കുവാണ്. വീശി കഴിയാൻ പോകുന്നു. അടിപൊളി എണ്ണ വീശ. അടിപൊളി. ഒരു വല വലിക്കാനുള്ള പരിശ്രമത്തിലാണ്. വല വലിക്കാൻ പോകുന്നു.
പമ്പയാറിൻ്റെ ഇരുകരയിലും വലവീശാണ്. ഞങ്ങൾക്ക് ഇരുകരയിലും വല വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഊത്തെന്ന് പറയുമ്പോൾ ഊത്തുത്സവമാണ്. വല വലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ക്യാമറ ഓണാക്കണം. നോക്കട്ടെ മതി. ആ തൂളിയുണ്ട്, തൂളി പൊങ്ങുന്നുണ്ട്, തൂളി ആടുന്നുണ്ട്. ഉണ്ടാ അതാണ് വല വേണ്ട വന്ന്. ഉണ്ടാ തൂളിയുണ്ട്, കുറുവയുണ്ട്. ചാടുന്നുണ്ടോ? ചുമ്മാ കട്ടക്കുഴി പറഞ്ഞു വല എടുത്തോണ്ട് ഇത് ഐസിലുള്ള വലയാണ്. കഴിഞ്ഞ പ്രാവശ്യം 22 വാള വീശിയ വലയാണിത്. ഈ വലയ്ക്കകത്താണ് കഴിഞ്ഞ പ്രാവശ്യം 22 വാള വീശിയത്. ഈ പ്രാവശ്യം അതിന് അനുസരിച്ചൊരു പുതിയ വല എടുത്തായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു തൂളിയും ഒക്കെ കിട്ടിയായിരുന്നു, 2-3 വാളയും കിട്ടിയായിരുന്നു. വാളയെന്ന് പറയാൻ വാളയെന്ന് പേരേ ഉള്ളൂ. ഉണ്ടാ ചാട്ടം കണ്ട. ഇതാണ് ഞങ്ങളുടെ ഇവിടെ ഊത്തുത്സവം. അതാ ഊത്ത ഉത്സവം. എന്നാ മോനെ ഒന്ന് പിടിച്ചോ മോനെ. ഉണ്ടാക്കണേ എന്തോ പണിയെടുത്ത് പ്രശ്നം. അത് കഴിഞ്ഞിട്ട് ഇവിടെ വീശണ്ട. അതിന് ഷൈനും പോയി അല്ല അവിടെ വീശിട്ടേ ഇവിടെ ഓടി പോകുന്നു. അയാളുടെ വലേ അത് കുഴപ്പമില്ല.